പറയാൻ ദൈവവചനം തന്നതിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. ആദ്യമേ തന്നെ ഈ സൺഡേ സ്കൂൾ ആരംഭം എന്ന് പറയുന്നത് 1780 ഇംഗ്ലണ്ടിലാണ്. റോബർട്ട് റീഡ്സ് എന്ന മഹത് വ്യക്തിയാണ് ഇതിന് ആരംഭം കൊടുക്കുന്നത്. അന്ന് വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകം വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിരുന്നു. അന്നൊരു മാഗസിൻ എഡിറ്ററായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റോബർട്ട് റീഡ്സ് എന്ന വ്യക്തിക്ക് വല്ലാത്ത ആത്മഭാരമുണ്ടാക്കി താൻ ഇതിനെപ്പറ്റി തന്റെ സ്നേഹിതന്മാരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അന്ന് അവധി എത്തിക്കുക എന്ന് പറയുന്നത് സൺഡേ മാത്രമായിരുന്നു. തിങ്കൾ മുതൽ ശനി വരെ അവർ ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സൺഡേയിൽ സ്കൂൾ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സൺഡേ സ്കൂൾ എന്ന പേര് തന്നെ ഇതിന് വന്നത്. അതിനുശേഷമാണ് വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നിർബന്ധമാക്കുന്നത്. ഞാൻ വേദപുസ്തകത്തിലേക്ക് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 2:21 പറയുന്നു, ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ആദ്യമേ തന്നെ നമ്മൾ ശമൂവേൽ ബാലനെ പറ്റി പഠിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഹന്ന നേർച്ച തന്നെ ലഭിച്ചൊരു പൈതലാണ് ശമൂവേൽ. തന്റെ സമയമായപ്പോൾ തന്റെ മകനെ കൊണ്ട് ദേവാലയത്തെ കൊണ്ട് താൻ സമർപ്പിക്കുകയാണ് ചെയ്തത്. ഓരോ ആണ്ടുതോറും ഹന്ന ഒരു കുപ്പായം തയ്ച്ച് തന്റെ മകന് വേണ്ടി കൊടുക്കുമായിരുന്നു. തന്റെ മകൻ ദേവാലയത്തിലാണ് കഴിയുന്നുവെങ്കിലും തന്റെ മകന്റെ വളർച്ചയ്ക്കൊത്ത വേണം പാകത്തിനൊരു കുപ്പായം തയ്ച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു. തന്റെ ഒരു പതിവായിരുന്നു. സൺഡേ സ്കൂൾ കുട്ടികളായി ഞങ്ങളെ വളർത്തുവാൻ ദൈവകൃപയെ വളർത്തുവാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ശമൂവേൽ ബാലന്റെ 3 വളർച്ചകളെ പറ്റിയാണ്. ശമൂവേൽ ബാലന്റെ ഒന്നാമത്തെ വളർച്ച 1 ശമൂവേൽ 2:21 കാണാൻ കഴിയും. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെ 2 പുത്രിമാരെ പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ശമൂവേൽ ബാലന്റെ ഒന്നാമത്തെ വളർച്ച എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. താൻ വളർന്നത് ദൈവസാന്നിധ്യം ബോധത്തോടെയാണ്. കുട്ടികളായ നാം ഇങ്ങനെ വേണം വളരുവാൻ. എന്നാൽ ഏലിയുടെ പുത്രന്മാരെ പറ്റി പറയുന്നത് 1 ശമൂവേൽ 2:12 നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഇങ്ങനെയുള്ള ഏലിയുടെ പുത്രന്മാർ അവിടെ കഴിയുമ്പോഴും ശമൂവേൽ ബാലനോ വളർന്നത് ദൈവത്തെ ആശ്രയിച്ചാണ്. ശമൂവേൽ ബാലന്റെ രണ്ടാമത്തെ വളർച്ച 1 ശമൂവേൽ 2:26 കാണാൻ കഴിയും. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്ക് മനുഷ്യർക്ക് പ്രീതിയുള്ളവനായി വളർന്നു. ശമൂവേലിന്റെ രണ്ടാമത്തെ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തെ മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മൾ ഇതുപോലെ ദൈവത്തെ മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം വളരുവാൻ. ശമൂവേൽ ബാലന്റെ മൂന്നാമത്തെ വളർച്ച 1 ശമൂവേൽ 3:20 കാണാൻ കഴിയും. ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലൊക്കെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ശമൂവേൽ ബാലൻ വിശ്വസ്തനായിരുന്നു. തന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ വിശ്വസ്തനായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്പത്തെ വിശ്വസ്തനായ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു. അതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കിയ 3 തരത്തിലുള്ള പഠന രീതികളെ കാണാൻ കഴിയും. 1 ടീച്ചേഴ്സ് ഓറിയന്റഡ്. നമ്മുടെ ഗുരു കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് കൂടെ നടന്ന് 3.5 കൊല്ലമാണ് പഠിപ്പിച്ചത്. നാം പഠിക്കേണ്ടത് കർത്താവിൽ നിന്നാണ്. രണ്ടാമത്തെ പഠന രീതി സബ്ജക്റ്റ് ഓറിയന്റഡ്. നമ്മുടെ സബ്ജക്റ്റ് ദൈവവചനമാണ്. നാം പഠിക്കേണ്ടതും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുമായതാണ് സബ്ജക്റ്റാണ് ദൈവവചനം. മൂന്നാമത്തേത് പഠന രീതി സ്റ്റുഡൻസ് ഓറിയന്റഡ്. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നാം മുതിർന്നവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ദൈവഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിലുപരി ഓരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശമൂവേൽ ബാലന്റെ ജീവിതത്തിൽ താൻ ദൈവ സാന്നിധ്യബോധത്തോടെ വിശ്വസ്തയോടെ ദൈവത്തെ മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വളർന്നതുപോലെ നാമും ദൈവ സാന്നിധ്യബോധത്തോടെ വിശ്വസ്തയോടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതോടുകൂടെ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.